എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഡോക്ടർ നീരജ്. ഇന്ന് മുതൽ നമ്മൾ ഒരു വീഡിയോ ഉണ്ടാക്കാൻ പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഓരോ വീഡിയോയിൽ നമ്മൾ ഒരു പേഷ്യൻറ്റിനെ പറ്റി, ഞങ്ങളുടെ അടുത്ത് വന്ന് ട്രീറ്റ്മെൻറ്റ് എടുത്ത ഒരു പേഷ്യൻറ്റിനെ പറ്റി നിങ്ങൾക്ക് ഫുള്ളായിട്ടും എക്സ്പ്ലെയിൻ ചെയ്ത് തരികയാണ്. ആളെ ബിഫോറും ആഫ്റ്ററും ആൾക്ക് എന്തൊക്കെയാണ് കൊടുത്തത് കാര്യങ്ങളെല്ലാം നമ്മൾ കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഓരോ പേഷ്യൻറ്റിനെയും ഞങ്ങൾ മാക്സിമം ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ബെസ്റ്റ് റിസൾട്ടുള്ള എല്ലാ പേഷ്യൻസിനെയും ഞങ്ങൾ ഇതിൽ ഉൾപ്പെടുത്താനും ശ്രമിക്കാം. പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ആളുകൾക്ക് റിസൾട്ടിന് കുറവാണെന്നോ അല്ലെങ്കിൽ റിസൾട്ട് പോരാ എന്നോ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ഞാൻ അധിക ദിവസങ്ങളിലും ഒരു ലൈവ് സ്ട്രീം ചെയ്യാറുണ്ട്. ഒരു 6 മണിൻ്റെ 6:30 ഇടയിൽ. ആ ഒരു സമയത്ത് വന്നിട്ട് എന്നോട് പറയുകയാണെങ്കിൽ സ്പോട്ടിൽ തന്നെ നമുക്ക് അതിനൊരു തീരുമാനം ഉണ്ടാക്കാം. നിങ്ങൾ വന്ന ഡേറ്റും കാര്യങ്ങളും തരികയാണെങ്കിൽ ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഫോട്ടോസ് കാണിച്ചു തരാം. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം. നിങ്ങൾ വേണ്ടതെന്ന് പറഞ്ഞാൽ ഫോട്ടോസ് കാണിക്കില്ല. നിങ്ങൾ ഓക്കെ ആണെങ്കിൽ നമുക്ക് ആ ലൈവ് സ്ട്രീമിൽ തന്നെ ഫോട്ടോസ് കണ്ട് ചേഞ്ചസ് ഉണ്ട് എങ്കിൽ ചേഞ്ചസ് ഉണ്ടോയെന്നോ അല്ലെങ്കിൽ ഇല്ലെങ്കിൽ നമുക്ക് അതിനടുത്ത സ്റ്റെപ്പുകളോട്ട് പോകാം. എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. അങ്ങനെ താല്പര്യമുള്ള ആളുകൾ അങ്ങനെ വരുന്ന ഒരു കുറച്ചും കൂടി ആളുകൾക്കും ഒരു ഇതായിരിക്കും. കാരണം ഞാൻ കണ്ട നെഗറ്റീവ് കമൻസ് ഇട്ട കുറച്ച് ആളുകളിൽ ഞാൻ കണ്ടിടത്തോളം അവർ ബൂസ്റ്റർ പോലും ചെയ്തിട്ടില്ല. ഞാൻ ഇന്നലെ ഫുള്ള് 2-3 ദിവസമായിട്ട് ഞാൻ നെഗറ്റീവ് കമൻസ് ഇടുന്ന ആളുകൾ ഡീറ്റെയിൽസ് തപ്പിയിരുന്നു. അപ്പോൾ അവർ തപ്പിയപ്പോൾ ഞാൻ മനസ്സിലാക്കിയത്, ഇപ്പം അടുത്ത് ഒരു വീഡിയോയിൽ ഇട്ട 2-3 നെഗറ്റീവ് കമൻസ് ഇട്ട ആൾക്കാർ 3 പേരും ബൂസ്റ്റ് എടുത്തിട്ടില്ല. അവർ ചോദിക്കുന്നത് 2 സെറ്റിങ്ങിൽ മാറ്റില്ല, പിന്നെ എന്തുകൊണ്ടാണ് ബൂസ്റ്റർ? ഈ 2 സെറ്റിങ്ങിൽ എല്ലാവർക്കും മാറ്റം വരണമെന്നില്ല. ചില ആൾക്കാർക്ക് ഡിലേ ആയിട്ടാണ് മാറ്റം വരിക. എന്ന് വെച്ചിട്ട് മാറ്റം വരില്ല എന്നില്ല. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ചെയ്തു കൊടുക്കില്ലല്ലോ. എന്തിനാ പിന്നെ ഞങ്ങൾ കഷ്ടപ്പെട്ട് ചെയ്യുന്നത്? അതും കൂടി നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ഫസ്റ്റ് തന്നെ എടുക്കാൻ പോകുന്നത് പേഷ്യൻറ്റിൻ്റെ പേര് ഞാൻ പറയാം. അബ്ദുൾ സമദ് എന്നാണ് പേര്. 42 വയസ്സാണ്. കോഴിക്കോട്ടുകാരനാണ്. ഞാൻ ഡീറ്റെയിൽസും കാര്യങ്ങളും ഫോട്ടോസും കാണിച്ചു തരാം. എന്തൊക്കെയാണ് കൊടുത്തതെന്നും പറഞ്ഞുതരാം. പുള്ളിക്കാരൻ വന്നപ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് ഒരു ഗ്രേഡ് 7, ഒരു ഗ്രേഡ് 6 to ഗ്രേഡ് 7 രീതിയിലായിരുന്നു കഷണ്ടി ഉണ്ടായിരുന്നത്. അത് നിങ്ങൾക്ക് ഫോട്ടോയിൽ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, നമുക്ക് തുടങ്ങാം. നമ്മൾ ഇപ്പോൾ അബ്ദുൾ സമദ് എന്ന് പറഞ്ഞ പേഷ്യൻ്റെ ഫസ്റ്റ് സിറ്റിങ്ങിൻ്റെ ഒരു ഫോട്ടോ ആണ് ഇപ്പോൾ കാണുന്നത്. അതുള്ള ഫോട്ടോ ഞാൻ വലുതാക്കി കാണിക്കാം. കണ്ടോ, ആരോ മാർക്കുള്ള ഫസ്റ്റ് പുള്ളിക്കാരൻ വന്നപ്പോൾ നമ്മുടെ അടുത്ത് ഉണ്ടായിരുന്ന അവസ്ഥ ഇതാണ്. 42 ഇയേഴ്സാണ്. നമ്മുടെ അടുത്ത് വന്നപ്പോൾ ഉണ്ടായിരുന്ന ഒരു കോലമാണിത്. ഓക്കെ, 1/4/2025 എന്നതിന് മുകളിൽ എഴുതിയത് കാണാൻ പറ്റും നിങ്ങൾക്ക്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഏകദേശം സെക്കൻഡ് സിറ്റിങ്ങിന് പുള്ളി 1 കഴിഞ്ഞ് 6 ദിവസം കഴിഞ്ഞിട്ട് തന്നെ വന്നു. 7-ാം തീയതി വന്നു. സെക്കൻഡ് സിറ്റിങ് അബ്ദുൾ സമദിൻ്റെ ഫോട്ടോ ആണ്. അത് കഴിഞ്ഞിട്ട് പുള്ളി ബൂസ്റ്ററിന് വന്നപ്പോൾ ഉണ്ടായിരുന്ന ഫോട്ടോ കണ്ടാൽ നിങ്ങൾ ഞെട്ടും. കാരണം എന്ന് വെച്ചാൽ ഇതാണ് ബൂസ്റ്ററിന് വന്നപ്പോഴുള്ള ഫോട്ടോ. ആ ക്രൗൺ ഏരിയ ഒഴിച്ച് ബാക്കിയുള്ള എല്ലായിടത്തും മുടി വന്നിട്ടുണ്ട്. അതായത് 4/6/2025 പുള്ളി വന്നത്. അത് 2 മാസം കഴിഞ്ഞിട്ട്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എന്തായാലും ഇത്രയും റിസൾട്ട് ഉള്ളതുകൊണ്ട് ഒരു ബൂസ്റ്ററല്ല, ഒരു റിപ്പീറ്റ് SIT ഒന്നും കൂടി ചെയ്ത് ഞങ്ങൾ ബെറ്റർ ആക്കുക, കുറച്ചും കൂടി ആ ക്രൗൺ ഏരിയയും കൂടി ഒന്ന് ഫില്ലാക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ചെയ്ത് കൊടുത്തു. അങ്ങനെയുള്ള റിസൾട്ടാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. കണ്ടോ, ആ ക്രൗൺ ഏരിയയും ഫില്ലായി മൊത്തം മുടിയും വന്നു. ഇതും ആദ്യത്തെ ആളും തമ്മിൽ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ ചിന്തിക്കൂ, ഏത് മരുന്നിന് എങ്ങനെ പറ്റുക? ട്രീറ്റ്മെൻറ്റ് എടുക്കാതെ ഏതെങ്കിലും ഒരു മരുന്നിന് ഇങ്ങനെ മുടി വരുത്താൻ പറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമ്മൾ ഈ ഒരു SIT ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് വന്ന റിസൾട്ടാണ് കാണിക്കുന്നത്. അല്ലാതെ വെറുതെ മരുന്ന് തേച്ചുകൊണ്ട് ഇങ്ങനെ റിസൾട്ട് വരികയാണെങ്കിൽ നമുക്കാർക്കും പേഷ്യൻ്റ് ഉണ്ടാവില്ലല്ലോ. എല്ലാവർക്കും മുടിയാവും. അങ്ങോട്ടും ഇങ്ങോട്ടും മുടിയുള്ള ആൾക്കാരെ തട്ടിയിട്ട് നടക്കാൻ പറ്റില്ല. അപ്പോൾ അതാണ് ഇന്ന് ഈ പേഷ്യൻ്റെ കാര്യമാണ് സംസാരിക്കുന്നത്. ഇന്ന് ഈ പേഷ്യൻ്റ് നമ്മൾ കൊടുത്ത കാര്യങ്ങളും കൂടി ഞാൻ ഡിസ്കസ് ചെയ്യാം. ഇങ്ങനെയുള്ള ആളാണ് ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ ഉണ്ടായ 6-7 മാസം കഴിഞ്ഞപ്പോൾ ഒക്കെ ഉണ്ടായ മാറ്റം ഇത്രയും. അതാണ് നമ്മുടെ ട്രീറ്റ്മെന്റിന്റെ ഗുണം. ഇനി സെറ്റിംഗിൽ വന്നപ്പോൾ നമ്മൾ കൊടുത്തത് റിച്ച് ഹെയർ ടാബ്ലറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ബയോട്ടിൻ ടാബ്ലറ്റ് ആണ്. വിറ്റാമിൻ D3 ടാബ്ലറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതും വിറ്റാമിൻസ് ആണ്. അത് ഏകദേശം 6 ആഴ്ച കഴിക്കാനും ബയോട്ടിൻ്റെ ടാബ്ലറ്റ് ഏകദേശം 1 മന്ത് കഴിക്കാനാണ് കൊടുത്തത് ആദ്യം. പിന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞു. കാരണം പുള്ളിക്ക് ഫസ്റ്റ് സിറ്റിംഗ് ചെയ്തപ്പോൾ ചെറിയ ഷെഡിങ് ഉണ്ടായിരുന്നു. ആ ഷെഡിങ് കുറച്ച് ഏകദേശം 3-4 മാസം കഴിഞ്ഞിട്ട് ആ ഷെഡിങ് കുറച്ചും കൂടി ഒന്ന് റെഡ്യൂസ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരു 3 മാസം കൂടി റിച്ച് ഹെയർ കഴിക്കുക അല്ലെങ്കിൽ ബയോട്ടിൻ്റെ ടാബ്ലറ്റ് കഴിക്കാൻ പറയുന്നത്. അതിൻ്റെ കൂടെ നമ്മൾ സിറമായിട്ട് കൊടുത്തിരുന്നത് മിനോക്സിലുള്ള സിറം കൊടുത്തിട്ടുണ്ടായിരുന്നു. 5% കൊടുത്തിട്ടുണ്ടായിരുന്നു. 5% മിനോക്സിൽ സിറവും കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത്ര കാര്യങ്ങളാണ് കൊടുത്തത്. അത് കഴിഞ്ഞിട്ട് ഇദ്ദേഹത്തിന് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ സ്ക്രേപ്പ് ചെയ്തിട്ടാണ് ചെയ്തത്. സാധാരണ രീതിയിലല്ല ചെയ്തത്. സ്ക്രേപ്പിംഗ് മെക്കാനിസത്തിൽ ആദ്യം മൊത്തം ഔട്ടർ ലെയർ കുറച്ച് സ്ക്രേപ്പ് ചെയ്തെടുത്തിട്ട് ചോര വരുത്തിയതിന് ശേഷം ബ്ലഡ് സർക്കുലേഷൻ അവിടെ ഇൻക്രീസ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ പ്രൊസീജിയർ ചെയ്തത്. ഫസ്റ്റ് സിറ്റിംഗ് ബ്ലഡ് 20 ml ബ്ലഡ് എടുത്തത്. അത് നമ്മൾ അതിൻ്റെ കൂടെ തന്നെ HSOസും ഇതും ആഡ് ചെയ്തിട്ട് നമ്മൾ ഇഞ്ചെക്ട് ചെയ്ത് കൊടുക്കും. ഫസ്റ്റ് സിറ്റിംഗ് കഴിഞ്ഞു. 5-6 ദിവസം കഴിഞ്ഞിട്ട് സെക്കൻഡ് സിറ്റിംഗ് ഇതേപോലെ തന്നെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ബൂസ്റ്ററാണ് എടുത്തത്. ബൂസ്റ്റർ
കൊടുത്തപ്പോൾ തൊട്ടാണ് മാറ്റങ്ങൾ, ബൂസ്റ്ററിൻ്റെ ആ സമയം തൊട്ടാണ് മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയത്, 2-3 മാസമായപ്പോൾ ഓക്കെ. അപ്പോൾ പുള്ളിക്ക് കൊടുത്തത് മിനോക്സിൽ 5% കൊടുത്തിട്ടുള്ളൂ, 10% ഒന്നും കൊടുത്തില്ല. 5% വൺസ് എ ഡേ യൂസ് ചെയ്യാനാണ് കൊടുത്തത്. ഡെർമാ റോളർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് ആഴ്ചയിൽ 2 തവണ യൂസ് ചെയ്യാനും കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ മിനോക്സിൽ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ ഡീലാപ്പിൻ്റെ സിറമാക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു. അത് ഏകദേശം ഒരു ബൂസ്റ്ററിൻ്റെ ടൈമൊക്കെ ആയപ്പോഴാണ് ഡീലാപ്പിൻ്റെ സിറത്തിലോട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ബോഡി അധികം ഡിപ്പെൻഡൻ്റ് ആവേണ്ട മിനോക്സിൽ നിന്ന് വെച്ചിട്ട്. പിന്നെ നമ്മൾ കൊടുത്തിരുന്നത് ഈ റിച്ചെയറിൻ്റെ ടാബ്ലറ്റ്. റിച്ചെയർ എന്ന് പറഞ്ഞാൽ ബയോട്ടിനാണ്, ബേസിക്കലി ബയോട്ടിൻ ടാബ്ലറ്റും കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് നോ ഫിനസ്ട്രൈഡിൻ്റെ ടാബ്ലറ്റ് നമ്മൾ കൊടുത്തില്ല, മിനോക്സിലിൻ്റെ ടാബ്ലറ്റും കൊടുത്തിട്ടില്ല. അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മൾ കൊടുത്തില്ല. ഓക്കെ, എല്ലാവരും ഫിനസ്ട്രൈഡ് കൊടുക്കാറുണ്ട്, ഞാൻ കൊടുത്തിട്ടില്ല. കാരണം സൈഡ് എഫക്റ്റും കാര്യങ്ങളും ഉള്ളതുകൊണ്ടാണ് ഞാൻ ഫിനസ്ട്രൈഡിൻ്റെ ടാബ്ലറ്റ് രീതിയിൽ കൊടുക്കാത്തത്. ഓക്കെ. പിന്നെ പുള്ളിക്കാരനെ ഏകദേശം ഇപ്പോൾ പ്രസൻ്റ്ലി ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒന്നും യൂസ് ചെയ്യണില്ല. പ്രസൻ്റ്ലി ഇപ്പോൾ 1 year ആയിട്ടും അതേപോലെ മുടി ഒരു കുഴപ്പമില്ലാതെ ഇരിക്കുന്നുണ്ട്, ഒരു പ്രശ്നമില്ലാതെ ഇരിക്കുന്നുണ്ട് പുള്ളിക്കാരൻ. ഇപ്പോൾ പ്രസൻ്റ്ലി ഞാൻ ഇപ്പോൾ അടുത്ത് കോൺടാക്ട് ചെയ്തപ്പോഴും ഒന്നും യൂസ് ചെയ്യുന്നില്ല എന്നാണ് എൻ്റെ അറിവ്. സിറവും ഒന്നും ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല. ഇനിയിപ്പോൾ റിഡൻസിൻ്റെ സിറം ഉപയോഗിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, അത് ഞാൻ ചോദിച്ചു നോക്കാം. പക്ഷേ എന്തായാലും മിനോക്സിൽ ഇപ്പോൾ എന്തായാലും ഉപയോഗിക്കുന്നില്ല. അതൊക്കെ നിർത്തിയിട്ട് കുറേ ആയി. അത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ കണ്ടിന്യൂ ചെയ്തു, നമ്മൾ പറഞ്ഞ പോലെ തന്നെ ആൾ നിർത്തുകയും ചെയ്തു. പിന്നെ ഡയറ്റും കാര്യങ്ങളൊക്കെ ഫുഡ് പക്കയാണ്, നല്ല രീതിയിൽ ഹെയർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, ഹെയർ കെയർ ചെയ്യുന്നുണ്ട്. നമ്മൾ പറയുന്ന പോലെയൊക്കെ പുള്ളിക്കാരൻ എല്ലാം കറക്റ്റ് രീതിയിൽ പോകുന്നുണ്ട്. ബിക്കോസ് ഹീ ഈസ് എഡ്യൂക്കേറ്റഡ് ഓൾസോ ആൻഡ് 42 വയസ്സായി. ഇപ്പോൾ കുറേ കാലം കഴിഞ്ഞിട്ട് ഒരു അച്ഛനാവുകയാണ്. ആ സന്തോഷത്തിലാണ് മുടിയൊക്കെ വെച്ചത്. അപ്പോൾ ആ സന്തോഷത്തിന് കുറച്ചും കൂടി കളർ കൊടുക്കുകയായിരുന്നു നമ്മൾ വഴി മുടി പുള്ളിക്കാരന് കിട്ടിയപ്പോൾ. താങ്ക് യു.